പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിലൂടെ കർത്താവ് ഇങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാനാണ് ദൈവം, ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും. എൻ്റെ പിടിയിൽ നിന്ന് ആരെയെങ്കിലും വിടുവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? ജീവിതത്തിലെ ചില സമയങ്ങളിൽ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുമ്പോൾ പലരും ചോദിച്ചു പോകുന്ന ഒരു ചോദ്യമുണ്ട്: ദൈവം പോലും എന്നെ കൈവിട്ടോ എന്ന്. എന്നാൽ ഈ ഭൂമിയിൽ ആരൊക്കെ നമ്മളെ കൈവിട്ടു എന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ പിടിയിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കാരണം നമ്മൾ നമുക്ക് സ്വന്തമല്ല, ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാനും നീയും എന്നുള്ള ബോധ്യമാണ് ഇന്ന് കർത്താവ് നമുക്കേവർക്കും തരുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മളെ പടുത്തുയർത്തുന്ന, നമ്മുടെ ജീവിതത്തെ തൻ്റെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്ന, നമ്മളെ നയിക്കുന്ന ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ വഴി നടത്തുവാൻ എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് എന്നുള്ള ബോധ്യത്തിൽ വളരാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.